ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധീകരിച്ച് ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങളെ പ്രത്യേകമാം വിധം ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും ഈശോയെ മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ഓരോ മക്കളുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവ് പ്രാർത്ഥിച്ചപ്പോ സിഹിയോൻ മാളികയിൽ അഗ്നി അയച്ചതുപോലെ, പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നിന്റെ ശക്തി, സാന്ത്വനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പുതു സൃഷ്ടികളാക്കി നിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനമിശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കും സ്വർഗീയനാഥനമിശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതി ആരാധന മഹത്വം കർത്താവേ, എല്ലാ നന്മകൾക്ക് നന്ദി കർത്താവേ, അനുഗ്രഹങ്ങൾക്ക് നന്ദി കർത്താവേ, കൃപകൾക്ക് നന്ദി കർത്താവേ, സ്തുതി ആരാധന ആരാധന മഹത്വം മഹത്വം. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ വിവിധ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി ആരാധന മഹത്വം കർത്താവേ. രോഗക്ലേശങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണമേ. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കരുത്ത് നൽകണമേ. പരീക്ഷകൾക്ക് വിജയം നൽകണമേ. വിദേശയാത്രകളെ സുഗമമാക്കണമേ. ജോലിയിടങ്ങളിൽ സംരക്ഷണം നൽകണമേ. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. ലഹരി വസ്തുക്കളിൽ നിന്ന് വിടുതൽ നൽകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ, ആരാധന ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന. Hallelujah.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. വിപി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ധ്യാനത്തിലൂടെ അവിടുന്ന് സന്ദേശം നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ. ദുരിതങ്ങളെ മാറ്റിത്തരണമേ. ജോസഫ് അച്ഛനിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വചന സന്ദേശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മ മാതാവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉടമ്പടിയുടെ നിയോഗങ്ങളെ വേഗത്തിൽ പരിഹരിച്ചു തരുവാൻ ഈശോയെ ഈ നാളുകളിൽ ഈ മണിക്കൂറിൽ ഞങ്ങളെ പ്രത്യേകമാവിധം അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണമേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ. ആരാധന, മഹത്വം കർത്താവേ. സ്തുതി, ആരാധന, മഹത്വം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുഴയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുഴയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉറക്കെ പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുറയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുറയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലെ രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലെ രണ്ടായി മാറ്റിയൊരു അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുറയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികപ്പുറയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധനയുടെ നീളം ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.
ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരും പാടാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് ദൈവത്തിന്റെ തേജസ്സിനിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിനിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് നിറയ്ക്കണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടത്തണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാൽ എന്നെ നടത്തണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. മഹത്വം, യേശുവേ മഹത്വം, ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ശ്വാസകോശ രോഗികളുണ്ടാകും, കരൾ രോഗികളുണ്ടാകും, കിഡ്നി രോഗികൾ, ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ. അവ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ പ്രത്യക്ഷീകരണത്തിന് യോഗ്യതയിലാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. ചെവിക്ക് വേദനയുള്ളവരുണ്ടാകും, എവിടെയെങ്കിലും സിസ്റ്റോ മുഴയോ ഒക്കെ ഉള്ളവരുണ്ടാകും, നടുവേദനക്കാരുണ്ടാകും, പിൻകഴുത്തിന് വേദനയുള്ളവരുണ്ടാകും, സോറിയാസിസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, RSS രോഗങ്ങൾ, ശരീരം മൊത്തം പല പല രോഗങ്ങളുണ്ടാകും. അതെല്ലാം കൈകൾ പൊതിഞ്ഞ് അച്ഛൻ വെച്ചിരിക്കണ പോലെ വെക്കണം. ഇനി നിങ്ങൾ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ കർത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, നിന്റെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ ശക്തി, രോഗസൗഖ്യ ശക്തി, മനസ്സൗഖ്യ ശക്തി ഇപ്പോൾ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോട് നീ കാരുണ്യം കാണിക്കണമേ. ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, വീട്ടിലിരുന്ന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. മാർഗരോഗങ്ങൾ, തീരാവ്യാധികൾ, മൂക്കിൽ ദശ വളരുന്ന അവസ്ഥകൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ള അവസ്ഥകൾ, ചെവിക്ക് കേൾവിക്കുറവുള്ള അവസ്ഥകൾ, മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ മാറാത്ത തലവേദനകൾ, അതിൻ്റെ മൂലകാരണങ്ങൾ, അടിപ്പിണർ പോലെ കർത്താവിൻ്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സുഖപ്പെട്ടുകൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, വരേണമേ.
നിറയണമേ നാവരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ വിവിധ പരീക്ഷകൾ എഴുതിയ മക്കളുണ്ട്, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ. അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് തന്നെ അവർ ആ പരീക്ഷയുടെ വിഷയം ഉടമ്പടി വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. എന്താണ് അറിയാവുന്നത്? നിങ്ങളുടെ കഴിവിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്, കർത്താവിൻ്റെ കൃപയിലാണെന്ന്. അതുകൊണ്ട് തന്നെ ജയിക്കാനും ഉന്നതമായ മാർക്ക് മേടിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്താ കാര്യം? നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത്. ആ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളെല്ലാം അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ആവശ്യിക്കുന്നതിന് വേണ്ടി ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥ വരണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. പ്രത്യേക മാനസിക അവസ്ഥയിൽ, വൈകാരിക അവസ്ഥയിൽ ഈ ദുരന്തപരമായ അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റണില്ലെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായ കടങ്ങളായിരിക്കാം, ചിലപ്പോൾ വിവാഹം ഒത്തുവരാതെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി കഴുകിയ അവസാനം നമുക്ക് ജീവിതമല്ലാത്ത രീതിയിൽ എല്ലാവരും നമ്മൾ പലതരത്തിൽ സമ്മർദ്ദപ്പെടുന്ന അവസ്ഥയാകാം. ഈ നരകത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് ഓർത്ത് രാവിലും പകലും കണ്ണീര് കുടിക്കുന്ന വ്യക്തിയാകാം നീ. അപ്പം അങ്ങനെ എല്ലാവരുടെ വേദനകളെ ഇപ്പോൾ ആൾത്താറെ വെക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും, ജോലിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ആരും സഹായിക്കാനില്ലാത്തവരുണ്ട്. ഒരു കാര്യം വന്നാൽ പോലും തിരക്കാനോ ചോദിക്കാനോ പറയാനോ കൂടെ വരാനോ പോകാനോ ആരും ഇല്ലാത്തവരുണ്ട്. അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇടി മുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ആരാധന മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, നഷ്ടപ്പെട്ട ജോലിക്ക് വേറെ സ്ഥലത്ത് കിട്ടാൻ പോകുന്നത് എന്ത് ചെയ്യണമെന്നൊരു തിട്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഏത് രാജ്യത്ത് പോകണം, ഏത് ജോലി ചെയ്യണം, ഇവിടെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവരുണ്ട്. ആപ്പാട് ജീവിതം കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞു കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കൃത്യമായ ബോധ്യങ്ങൾ, അതായത് 72 മണിക്കൂറിനുള്ളിൽ ദൈവം അവരുടെ വിഷയത്തിൻ്റെ മേൽ കൃപാസന അമ്മ ദൈവമാതാവിൻ്റെ പ്രത്യേകമായി ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മഹത്വം ദേവപിതാവേ ആരാധന. എപ്പോഴാണ് ഈ പ്രാർത്ഥന കൂടാൻ ഇടയിൽ വരണത്? ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും ചില ആൾക്കാർ ഈ പ്രാർത്ഥന കൂടുന്നത്. അപ്പോൾ അവരുടെ വിഷയത്തിന് മേൽ 72 മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിന് ദൈവ തീരുമാനം ഉണ്ടാക്കും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട്, സമയമായില്ല കൃപാസനം പ്രാർത്ഥനകളെല്ലാം സമയത്തിന് മേൽ ദൈവത്തിൻ്റെ അധികാരം പരിശുദ്ധ അമ്മയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന. വഴക്കുള്ള കുടുംബങ്ങൾ, എപ്പോഴും കശപിശയും വർത്തമാന പിശകുകളും, സ്നേഹം തണുത്തുപോയ കുടുംബങ്ങൾ, ആരുടെ കാര്യം താല്പര്യമില്ല, എവിടെയെങ്കിലും പോയി തൊല എന്നുള്ള രീതിയിൽ, വല്ലാത്ത രീതിയിൽ വഴിയമ്പലത്തിൽ താമസിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവർ,
അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടാകുന്നതിന് വേണ്ടിയും പുതിയൊരു ജീവിത ക്രമീകരണം ഉണ്ടാകാൻ വേണ്ടിയും പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് അവിടെ മേലെ ദൈവത്തിനൊക്കെ ശക്തി ഉണ്ടാകട്ടെ, അവിടെ ദൈവത്തിൻ്റെ ദിശാബോധം ഉണ്ടാകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 പിരിഞ്ഞുപോയ ഭാര്യാഭർത്തകന്മാർ ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ, കോടതി കേസ് അനുകൂലമായി വിധിച്ചുകൊണ്ട് ദൈവത്തിന് നീതി നിറവേറാൻ ആഗ്രഹിക്കുന്നവരെ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നവരെ, അവിടെ പ്രാർത്ഥനകളുടെ മേലെല്ലാം ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. മുട്ടനിക്കുക. രേഖാമൂലമായ തടസ്സങ്ങൾ, രേഖകൾ കാണാതെ പോയത്, രേഖ നഷ്ടപ്പെട്ടത്, ചില രേഖകളെ പിടിച്ചു വച്ചിരിക്കുന്നത്, ആ മേഖലകളെല്ലാം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് തിരുവചനത്തിലൂടെ നീ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. ഈശോയെ, എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക എന്നതാണ് ദൈവഹിതമെന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെട്ടതനുസരിച്ച് ഈശോയെ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞ് ഈശോയെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും